അപ്പോ ദാ അങ്ങേർക്ക് കൊടുക്ക്. വേശ്യപ്പെണ്ണ് പാചകം ചെയ്ത അല്ലെന്ന് പറ. ഇനി അതുകൊണ്ട് കഴിക്കാതിരിക്കണ്ട. താഴത്തെ കേശോട്ടിന്റെ കടയിൽ നിന്ന് വരുത്തിയതാ. പാവം, സ്നേഹവും മനുഷ്യത്തുള്ളൊരു പെണ്ണ. കന്യാകുമാരിയാ സ്വദേശം. വലിയ സംഗീതജ്ഞന്മാരുടെ കുടുംബത്തിലെയാ. പാട്ട് നൃത്തവും പഠിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞ് ആരോ മധുരാശിയെ കൊണ്ടുപോയി ചീത്തയാക്കി. അവിടുന്ന് കായി മറിഞ്ഞ് ഇവിടെ എത്തി. അതിനും ഈ പറയണമാതിരി സങ്കടവും കരച്ചിലും ഒക്കെ പോയി. ഒരുതരം പകയാ മനസ്സില്. സ്വന്തം ജീവിതം ഇങ്ങനെ ഒരുങ്ങിത്തിരുന്നത് കണ്ട് മാറി എന്ന് ചിരിക്കുക. പേരിനെങ്കിലും എന്തെങ്കിലും ഇത്തിരി കഴിച്ചില്ലെങ്കിൽ അതിന് വിഷമാവും. അതാ കഴിക്കും. അപ്പോ ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ടോ ചോദിക്ക്. സ്മോള് വേണമെന്നാ ചോദിക്കുന്നത്. ഓഹോ, കുടിക്കില്ല? അപ്പൊ പിന്നെ പെണ്ണായാലോ? അതിഥി സൽക്കാരത്തിൽ പട്ടേൽ ഒട്ടും മോശക്കാരനല്ലെന്ന് ഇവനോട് പറ. എനിക്കിവിടുന്ന് പോണം, കഴിയുന്നതും വേഗം. ശ്രുതി വേണ്ട. എന്റെ കണ്ണെത്തുന്നതിനപ്പുറത്തെ ലോകത്ത് ഇപ്പോഴും നിന്റെ തലയ്ക്ക് വേണ്ടി ഉറക്കമുളയ്ക്കുന്നവരുണ്ട്. വളരെ ബുദ്ധിപൂർവമുള്ള ഒരു ശ്രമം. ഞാൻ പറയാം, അതുവരെ കാത്തിരിക്കും. എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഒരു സ്ത്രീക്ക് നൽകേണ്ട മാന്യതയൊന്നും ഞാൻ അർഹിക്കുന്നില്ലല്ലോ. എന്റെ മാംസത്തിന് വിലയും കൊണ്ട് വരുമ്പോഴേ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ പിന്നെ ഈ മുറി കിടക്കുന്ന കട്ടിലിനും മേശയ്ക്കും തുല്യായിട്ട് എന്നെ കണക്കാക്കിയാ മതി. അവിടെ വിശ്രമിച്ചോളൂ, ഞാൻ പൊയ്ക്കോളാം. പുളിച്ചു നാറുന്നതിന് മുൻപായിരുന്നെങ്കിൽ പിച്ചപ്പിള്ളേർക്കെങ്കിലും കൊടുക്കായിരുന്നു. അവർക്കാവുമ്പോ അറപ്പും ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, കഴിക്കാത്തത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഇറങ്ങില്ല. അതാ എന്താ ചേച്ചിന് കണ്ടോ? എന്തു പറ്റി? അയാൾ എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. എനിക്ക് വയ്യേച്ച്. അയാളൊരു മൃഗമാ. രത്നം, എന്താ അവിടെ? കണ്ടോ ഇത്? ആ പന്നി സിഗരറ്റ് കുത്തി പൊള്ളിച്ചത്. ആ പോട്ടെ, നീ ചെല്ലടി പെണ്ണേ. ഇല്ല, ഞാൻ പോവില്ല ദുഷ്ടന്റെ കൂടെ. പെണ്ണേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, നീ കിണുങ്ങാൻ നിൽക്കാൻ ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. രഘുവീർ, ഓ രഘുവീർ. ചെലമ്പാടി പന്ന ശവമേ. വേണ്ട. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ താവളത്തിൽ ഒളിച്ചിരിക്കുമ്പോ എന്റെ അനിയന്റെ ദേഹത്ത് കൈവയ്ക്കാൻ? വേണ്ട, നിന്റെ ഹീറോയിസ് ഒന്നും ഇവിടെ വേണ്ട. വളർത്തുന്ന കൈകൊണ്ട് തന്നെ കൊല്ലാനും മടിക്കില്ല പട്ടയം. പോ.
പോടാ. ഏതോ ഒരു വേശ്യ പെണ്ണിന് തല്ലുകൊള്ളുന്നതിൽ എന്ത് കാര്യം എന്ന് കരുതി മുഖം തിരിച്ചതായിരുന്നു. പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ട് സഹിക്കാതായപ്പോ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. മതി, ചാവുന്നതിനേക്കാൾ ഭേദമല്ല ഒരു വേശ്യാലയം നടത്തിപ്പുകാരൻ കൽപ്പിച്ചു തരുന്ന ഈ ഔദാര്യം, അതിന്റെ പുറത്തുള്ള ജീവിതം. മതി, ഞാൻ പോവാൻ തീരുമാനിച്ചു. അയ്യോ, പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 3 ദിവസം കൂടി കാത്തിരിക്കൂ. നാട്ടിലേക്ക് പോകുന്ന പാഴ്സൽ ലോറിയാ. ചരക്കും കയറ്റി 3-ാം ദിവസം രാത്രി അവരിവിടെ എത്തും. ഡ്രൈവറെ കണ്ട് ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരിക്കുക. ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിക്കുന്ന കാര്യം അവരേറ്റു. എന്താ, ലോറിയുടെ ക്ലീനറെ ഞാൻ പുറത്ത് നിർത്തിയിരിക്കുക. വിളിക്കട്ടെ? ഇപ്പൊ വിളിക്കാം. ഹലോ മോളെ, ഒരു ലേശം തീയോട്ടെ. തീ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഒന്ന് പേടിപ്പിക്ക. നിങ്ങളൊക്കെ ഏതാ രാജ്യം? കുഞ്ഞാമേ, സഹാന അവിടെ എന്തെടുക്കാണോ? എന്താണ് ഇത്? ഇങ്ങ് വാ. അല്ല പേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ എന്തോ ചെറുകിട വ്യവസായത്തിന്റെ ഏർപ്പാടാണ്. ഇത് ചെറുകിടല്ലോ, ഇത് വൻകിടം തന്നെ. ഡിസ്പാൻഡി എന്ന് പറഞ്ഞാ ഇവിടെ അങ്ങനെ പലതും കണ്ടു വരും. താൻ വായി നോക്കിക്കത വാ. ഏറി പോങ്കടിയുള്ള പാത്തിട്ട് നിൽക്കാതെ പാടോ. എന്റെ ഉമ്മ എന്തൊക്കെ സൈസ്. ലോറിയുടെ ക്ലീനർ കുഞ്ഞമ്മദ്. കോഴിക്കോട് വന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും മതി, KTC കുഞ്ഞമ്മദ്. നിങ്ങൾ ഗംഗേട്ടനെ അറിയില്ലേ? നമ്മളെ KTC ഗംഗ മോലാളി. മൂപ്പരും ഞാനും ഒറ്റ മൈതാനത്ത് പന്ത് കളിച്ച് നടന്നതാണ്. പക്ഷെ ഞാൻ വണ്ടി പോണ മൂപ്പർക്ക് ഇഷ്ടമല്ലോ. പിന്നെ ഡ്രൈവർ നമ്മളെ ജോസേട്ടനാണല്ലോ. മൂപ്പർക്ക് ലോങ് പോകുമ്പോ ഞാൻ തന്നെ വേണം ഒരു ധൈര്യത്തിന്. ബോംബെ എന്നൊരൊറ്റ വരവല്ലേ നിങ്ങളെ, ബോംബെ എന്നൊരൊറ്റ വരവല്ലേ നിങ്ങളെന്താ ഇപ്പൊ അറിയുന്നത്? മതി മതി, താൻ ആളെ കണ്ടല്ലോ. ബാക്കി കാര്യം ഇങ്ങോട്ട് നോക്കണോ? ബാക്കി കാര്യങ്ങൾ ഞാൻ ജോസിനോട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, പ്രശ്നാക്കണ്ട. മൂപ്പര കാര്യം ഞമ്മളേറ്റ്. എന്തേന് പേര്? വിശ്വനാഥൻ. ആയിക്കോട്ടെ വിശേട്ടാ, വേണ്ടിയ മാതിരി നമുക്ക് സബുറായിക്കളാം. നിങ്ങളേതാ രാജ്യം? താൻ വിട്ടോ, താൻ വിട്ടോ. ഓ റൈറ്റോ, ഓക്കെ. ഇയാളെ അപ്പൊ പറഞ്ഞ മാതിരി വിശേഷ്. ഓക്കെ, KTC കുഞ്ഞമ്മദ്. റൈറ്റോ. നല്ല സ്ഥലം. ആള് പാവാ, ഈ വാചകം മാത്രമേ ഉള്ളൂ. 50,000 രൂപ, അതിന് കമ്മി എനിക്ക് വേണ്ട. എന്റെ ലളിതാമേ, നീ അന്ത പൊണ്ണ ശരിക്കൊന്നു പാര്. കിളിയാ, നല്ല പഞ്ചവർണ്ണ കിളി. 1 മാസം വേണ്ട നിന്റെ കാശ് മുതലാക്കാൻ. പിന്നെ 1 മാസം അപ്സരസനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് പോതള്ളേ. കഴിഞ്ഞ കുറി ഇതുപോലെ പറഞ്ഞിട്ട് ഒരു വേടക്ക് പെണ്ണിനെയും കൊണ്ടുവന്ന് കാശ് വാങ്ങി പോയതല്ലേ നിങ്ങള്? ആ അന്ത നഷ്ടം ഇക്കുറി ഇന്ത പൊണ്ണിലെ തീരും. പട്ടേല് മുതലാളി പൊണ്ണിനെ ഒന്ന് പാക്കട്ടും. ജമുന, അന്ത പൊണ്ണിനെ എങ്ക കൊണ്ടുവാ. എന്നടി ഇങ്ങ വരാൻ പറഞ്ഞിട്ട് വേഷം കെട്ട് കാട്ടിയ വെളച്ചില് വേണ്ട, നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങ എന്നെ പോകാൻ അനുവദിക്കൂ. എനിക്ക് വീട്ടിലേക്ക് പോണം. ഈ സ്ത്രീ എന്നെ ചതിച്ചു കൊണ്ടുവന്നതാ. മൂച്ച് മിണ്ടിപ്പോവരുത്. നാട്ടിലെ നമ്മ കുഴപ്പപ്പിച്ചിട്ട് ചാടിപ്പോന്നോളല്ലേ നീ? സത്തം പൊട്ട പോലീസ് ഏൽപ്പിക്കുന്നേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ഷേത്രത്തിലെ തിരക്കിൽ വഴി തെറ്റിപ്പോയ എന്നെ പാട്ടിയുടെയും അമ്മാവുടെയും അടുത്ത് എത്തിക്കാനും പറഞ്ഞ് ചതിച്ചതല്ലേ നിങ്ങള്? അവൻ കൊടുത്തേക്ക്.
है साले चल പെണ്ണേ നാവടക്കി മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളണം. വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത്. ഞാൻ പോയിക്കോട്ടെ. എന്തിനാ എന്നെ പിടിച്ചയക്കുന്നത്? ഞാൻ വേണ്ടി നിന്നെ ഇപ്പൊ വിടാം. 50,000 രൂപ തികച്ചു എണ്ണി കൊടുത്തതാ തള്ളക്ക്. അവരെന്നെ ചതിച്ചതാ. മാറി ഞാൻ പോട്ടെ. ലളിതമ്മേ, അവള് ചത്തുപോകും. അവക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ കൂടുതൽ വളവ് കാണിക്കണ്ടെന്ന്. ഇരുമ്പ് പഠിപ്പിച്ച് വയ്ക്കും ഞാൻ. പോവരുതോ? എന്ത് കാണാൻ നിക്ക? ഒന്നുകൂടി ഈ നരകത്തിൽ വന്ന് പെട്ടല്ലോ എന്നുള്ള സന്തോഷം. പാപികള് പോ. എന്തിനാ പാവം പെൺകുട്ടി ഇവിടെ എത്തിച്ചത്? അതിന്റെ കണ്ണീര് കാണുമ്പോ എന്ത് സന്തോഷമാ നിങ്ങക്ക് കിട്ടുന്നത്? ജീവിതത്തിൽ ഒരിക്കലും കരയില്ലെന്ന വാശിയായിരുന്നു. ഇന്ന് ആ പെണ്ണ് കാരണം